2018 സെപ്റ്റംബർ 28-നാണല്ലോ ചരിത്രപ്രധാനമായ സുപ്രീം കോടതി വിധി വന്നത്. അപ്പോൾ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ, അന്നത്തെ ദേവസ്വം മന്ത്രി, വിധിയെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. ഇനി പമ്പയിൽ സ്ത്രീകളെ തടയില്ല എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. അതുമാത്രമല്ല, കോടതി വിധി നടപ്പാക്കുമെന്നും സ്ത്രീകൾക്ക് ശബരിമലയിൽ ചെന്ന് ദർശനം നടത്താനുള്ള സൗകര്യം ഉണ്ടാക്കുമെന്നും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. പിണറായി ഒരു പൊടി കൂടി കടത്തിയാ പറഞ്ഞത്. ശബരിമലയിൽ എത്തുന്ന സ്ത്രീകൾക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കാൻ പറഞ്ഞു. വേണ്ടത്ര വനിതാ പോലീസിനെ നിയമിക്കാൻ പറഞ്ഞു. അവിടെ വനിതകൾ കടന്നു ചെല്ലാത്തതുകൊണ്ട് വനിതാ പോലീസ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സുപ്രീം കോടതി വിധി അനുസരിച്ചിട്ട് സ്ത്രീകൾക്ക് വരാം. അപ്പോൾ വനിതാ പോലീസ്, അതിന് 40 പേരടങ്ങുന്ന ഒരു ലിസ്റ്റ് തയ്യാറാക്കി. അതേസമയം ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പഴയതുപോലെ തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, NSS, പന്തളം കൊട്ടാരം, അതുപോലെയുള്ള സംഘടനകൾ, അവരൊക്കെ പുനഃപരിശോധനാ ഹർജി നൽകണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പക്ഷെ പിണറായി വിജയൻ എന്താ പറഞ്ഞത്? അങ്ങനെ യാതൊരു നടപടിക്കും സർക്കാർ തയ്യാറല്ലെന്ന, പുനഃപരിശോധനാ ഹർജി നൽകില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം സ്ത്രീകൾ ശബരിമല കടക്കാനുള്ള പല ശ്രമങ്ങൾ ഉണ്ടായി. അതിനെയൊക്കെ പിണറായി സർക്കാരും പോലീസും ഒക്കെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്.